ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ജഗത് പട്ടേൽ പത്മയോട് ചോദിക്കുകയാണ്, ഇതിൽ നിങ്ങളുടെ മരുമകളുടെ ഒപ്പ് കൂടി വേണമല്ലോ, അതെന്താ കളക്ട് ചെയ്യാതിരുന്നത്? അങ്ങനെയാണല്ലോ ഇത് പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പം പത്മ ഉടനെ തന്നെ പറയാണ്, മരുമകൾ ഒട്ടും സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഒപ്പ് വാങ്ങാൻ കഴിയാത്തത്. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന സമയത്ത് മരുമകൾ അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, പക്ഷേ അസുഖം കാരണം കിടക്കായിരുന്നു എന്ന് പറയാം കേട്ടോ. ഓ, അത് ശരി. പക്ഷെ അത് അങ്ങനെ ശരിയല്ലല്ലോ. അല്ല, മരുമകളുടെ ഒപ്പ് വാങ്ങിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഡോക്യുമെൻ്റ് എത്തിച്ചേക്കാമെന്ന് പത്മ പറയാം കേട്ടോ. പക്ഷെ അതിലെന്തോ തൃപ്തി വരാത്ത പോലെ അത് ശരിയാവില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ജഗത് പട്ടേൽ. അപ്പോഴാണ് നമ്മുടെ സൂര്യയുടെ വരവ് കേട്ടോ. ഹലോ സാർ എന്ന് പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തു, ഒപ്പം ഇപ്പം തന്നെ ഇട്ടേക്കാന്ന് പറയാം കേട്ടോ. അപ്പോഴാണ് നന്ദിനിയുടെ കൈയും പിടിച്ചിട്ടാണ് സൂര്യ വരുന്നതെന്ന് എല്ലാവരും കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ വേലക്കാരിയും കൊണ്ട് ഈ പത്മയുടെ മകൻ എന്താ ഇവിടെ വന്നതെന്നാണ് ജഗത് പട്ടേലും കൂടെ വന്ന ആളും കൂടി നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നന്ദിനി, എൻ്റെ ഭാര്യയാണ്, ഇവിടെ ഒപ്പിട്ടോളും, നന്ദിനി ഒപ്പിട്ടാൽ കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഡോക്യുമെൻ്റ് വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അതിൽ ജഗത് പട്ടേൽ പത്മയെ നോക്കുക. എന്താ ഇത്, ഈ കുട്ടി നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയാണെന്നല്ലേ പത്മ മാഡം പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേട്ട് നമ്മുടെ ജഗത് പട്ടേലിൻ്റെ കൂടെ വന്ന ആളും കൂടി ചോദിക്കുകയാണ്, അതെ പത്മ മാഡം, നിങ്ങളല്ലേ പറഞ്ഞത് ഈ കുട്ടി നിങ്ങളുടെ വേലക്കാരിയാണെന്ന്? അത് കേട്ടതും പത്മയ്ക്ക് ഉത്തരമില്ലാതെ നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ യതീന്ദ്രദാസ് പറഞ്ഞു, അത് മിസ്റ്റർ പട്ടേൽ, വീട്ടിലെ ചില കുടുംബ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ എന്ന് പറയാം കേട്ടോ. പക്ഷേ എന്നാലും എന്തൊക്കെ ചെറിയ കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഇതിലേക്ക് വലിച്ചഴിക്കാമോ? എന്നാലും മരുമകളെ വേലക്കാരി എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിപ്പോയി എന്ന് പറയാം കേട്ടോ. അത് കേട്ടതും നമ്മുടെ പട്ടേലും വേറെ എന്തൊരു കാര്യമായിരുന്നെങ്കിലും ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ ഒരു ഡീല് ഞാൻ അവസാനിപ്പിച്ചേനെ. പക്ഷേ ഈ കുട്ടി, ഈ നന്ദിനി ഉണ്ടാക്കി നിന്ന ഭക്ഷണത്തിൻ്റെ രുചി കാരണം താൻ ഈ ഡീലുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ നന്ദിനിക്ക് കൊടുത്തുകൊണ്ടാണ് പട്ടേൽ ആ ഡോക്യുമെൻറ്റിൽ സൈൻ വെക്കുന്നത് കേട്ടോ. നന്ദിനിയെയും കൊണ്ടും അവിടെ ചെയറിൽ ബലമായിട്ട് സൂര്യ ഇരുത്തിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സൈൻ ചെയ്ത് വാങ്ങുകയാണേ. നന്ദിനിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പത്മയ്ക്കാണെങ്കിലോ ഇതൊന്നും കണ്ടിട്ട് സഹിക്കാനേ പറ്റുന്നില്ല കേട്ടോ. പത്മ മേഡത്തിനെ പോലെ ഇത്രയും വലിയ സ്ഥാനത്തിൽ ഇരിക്കുന്ന ഒരാൾ ഇതുപോലെയൊന്നും പെരുമാറുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യാന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. പത്മയാകെ നാണം കെട്ടി ഇരിക്കുകയാണ് കേട്ടോ. സൂര്യക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമായിട്ടോ. എന്തായാലും നന്ദിനി എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ, അതായത് ഓഫീസിലെ കാര്യവും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് നമ്മുടെ പട്ടേൽ ഇംഗ്ലീഷിലൊന്ന് നന്ദിനിയോട് ചോദിക്കുകയാണ് കേട്ടോ. അത് കേട്ടതും ഇംഗ്ലീഷ് ഒട്ടും മനസ്സിലാവാത്ത നന്ദിനി എന്താ സാർ എന്താന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേട്ട് പുച്ഛത്തോടെ നമ്മുടെ പത്മ അവളെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്, നീ എങ്ങനെയാണ് രണ്ട് കാര്യങ്ങളും ഇത്ര കൃത്യമായിട്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ നന്ദിനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം പിന്നെ പട്ടേൽജി യാത്ര പറഞ്ഞ് പോവാണ് കേട്ടോ. വീണ്ടും ഒരു ദിവസം ഇതുപോലൊരു മീറ്റിങ്ങിൽ കാണാമെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ വലിയൊരു എന്താ പറയുക, ഇതൊക്കെയാണല്ലോ കിട്ടിയത്, ബിസിനസ് ഡീലൊക്കെ. അതിൻ്റെയൊക്കെ സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ. പത്മയാണെങ്കിലോ ആകെ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. കാറിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ്, കാറിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സൂര്യ നോക്കുന്നത്. നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു? എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ലേ നീ ഇവളെയും കൂട്ടി വന്നത്? ഇല്ലെങ്കിൽ തന്നെ വിജയ് ഇവളോട് ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഇവൾ എന്തിനാ ഒപ്പിടാതെ വന്നതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ആവശ്യമല്ലല്ലോ, എൻ്റെ ഭാര്യയെ മറ്റുള്ളവരുടെ മുന്നിൽ വേലക്കാരിയാക്കിയത് അമ്മയല്ലേ, അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ പത്മ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്തുണ്ടായിട്ട് എന്താടാ, ഇതുപോലൊരു വേലക്കാരി സുദേവൻ്റെ മോളെ നീ ഇതുപോലൊരു സ്ഥാനത്ത് ഇരുത്താൻ നിനക്ക് പറ്റും. പക്ഷേ ആ പട്ടേൽജി ചോദിച്ച ഒരു നിസാര ഇംഗ്ലീഷ് വാക്കിന് പോലും മറുപടി പറയാൻ ഇവക്ക് പറ്റിയിട്ടില്ലല്ലോടാ. വെറുതെ സ്ഥാനത്ത് ഇരുത്തിയിട്ട് കാര്യമില്ല, അതിനുള്ള അർഹത കൂടി വേണം. ഇനി ഒരു 100 ജന്മം ജനിച്ചാലും ഇവക്കൊരു വാക്ക് പോലും ഇംഗ്ലീഷ് പറയാൻ പോലും കഴിയില്ലടാ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഇംഗ്ലീഷിൻ്റെ പേരിൽ അപമാനിച്ചിട്ട് നമ്മുടെ പത്മ മേഡം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. പിന്നാലെ തന്നെ വിജയും യതീന്ദ്രദാസും പോവുകയും ചെയ്തു. നന്ദിനിക്ക് ആകെ കണ്ണ് നിറഞ്ഞു പോയിട്ടോ. പക്ഷേ സൂര്യ അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. പോട്ടെടോ, ഒരുപാട് തോറ്റതിൻ്റെ ഒരു ദേഷ്യം പത്മ മേഡം കാണിച്ചാന്ന് പറയാം കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് നന്ദിനി പറയുകയും ചെയ്തു കേട്ടോ. പിന്നീട് പുറത്ത് കാറിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് പത്മ തൻ്റെ ദേഷ്യം നീർക്കുകയാണ് കേട്ടോ. ആ സൂര്യയെ കൊണ്ടേ എല്ലാം ചെയ്യിപ്പിക്കുന്നത് അവളാന്നൊക്കെ പറയാം കേട്ടോ. അവൾ എന്ത് ചെയ്തു എന്ന് നീ അവിടെ വെച്ച് വീട്ടിൽ വെച്ച് തന്നെ അവളെ മരുമകളായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്നോ പത്മേ? പിന്നെ എൻ്റെ മരുമകളായിട്ട് അവളെ അംഗീകരിക്കാൻ നിങ്ങൾ കുറേ കാലമായല്ലോ പിറകെ നടക്കുന്നു. ഈ ജന്മത്ത് ഈ പത്മ മരിക്കുന്നവരെ അവളെ എൻ്റെ മരുമകളായിട്ട് ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയാം കേട്ടോ.
എൻ്റെ പത്മ, ഇപ്പോൾ ഒരു സന്തോഷം നടന്ന കാര്യമല്ലേ? ആ പട്ടേൽ പറഞ്ഞത് നീ കേട്ടില്ലേ? അവളുടെ ഭക്ഷണത്തിൻ്റെ ആ ഒരു രുചി കൊണ്ട് മാത്രമാണ് ഈ ഒരു ഡീൽ അയാൾ സൈൻ ചെയ്തതെന്ന്. അതൊന്നും നീ കേൾക്കുന്നില്ലേ? ആ അല്ല, അപ്പോൾ അതുപോലെ സംഭവിക്കാതെ അയാൾ എണീറ്റ് പോയിരുന്നെങ്കിലോ? എന്താവുമായിരുന്നു നിൻ്റെ അവസ്ഥ? എന്തവസ്ഥ ഉണ്ടാവാൻ? അവളുടെ പേരിൽ കിട്ടുന്ന ഡീലാണെങ്കിലേ അത് വേണ്ടതെന്ന് വെക്കുമായിരുന്നു ഈ പത്മ എന്നൊക്കെ പറയാൻ കേട്ടോ. പറയാൻ എളുപ്പമാണ് പത്മ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. സന്തോഷത്തോടെ നിനക്ക് ഒരിക്കലും ആ ഡീല് വേണ്ടെന്ന് വെക്കാനും പറ്റില്ല. എല്ലാത്തിനും കാരണം അവളാ. അവൾ നമ്മളുടെ വീട്ടിൽ സൂര്യയുടെ കൈ പിടിച്ച് എന്ന് വന്ന് കയറിയോ അന്ന് തൊട്ട് എവിടെയെല്ലാം എൻ്റെ തല താഴ്ന്നെന്ന് എനിക്കറിയത്തില്ല. ഇനി മേലിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഒരിക്കൽ കൂടി ഇതുപോലെ കയറി വന്ന് എൻ്റെ സമാധാനവും സ്വസ്ഥതയും കളഞ്ഞാൽ, എന്നെ നാണം കെടുത്താൻ നിന്നാൽ അവളെ കുടുംബത്തോടെ ഞാൻ കത്തിച്ച് കളയുന്ന അവൾക്ക് പറഞ്ഞു കൊടുത്തേക്കെന്ന് പറയാൻ കേട്ടോ പത്മ. യതീന്ദ്രദാസ് ആണെങ്കിൽ പത്മ താൻ എന്തൊക്കെയായി പറയുന്നതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. നിങ്ങൾ വരുന്നുണ്ടേ വാന്ന് പറഞ്ഞിട്ട് പത്മ ദേഷ്യപ്പെട്ട് കാറിൽ കയറുകയാണ് കേട്ടോ. ഇതേ സമയം പിന്നീട് നമ്മുടെ എന്താ പറയുക, നന്ദിനിയും അതേപോലെ തന്നെ സൂര്യയും കൂടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. കാറിൽ നന്ദിനി നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് സൂര്യ ചോദിക്കുന്നത്, നന്ദിനി തനിക്ക് ഇംഗ്ലീഷ് ഒട്ടും മനസ്സിലാവുന്നില്ലേന്നേ. അപ്പോൾ നന്ദിനി എന്തോ ഓർത്തുകൊണ്ടിരിക്കുന്നതെന്ന് നന്ദിനി ഞാൻ കേട്ടില്ല. 2-3 വട്ടം വിളിച്ചപാട് നന്ദിനി സ്വബോധത്തിലേക്ക് വന്നത്. എന്താ സാർ, എന്താ ചോദിച്ചേ? താൻ ഏതുവരെ പഠിച്ചു? എന്താ സാർ ഇപ്പോൾ അകത്ത് ചോദിക്കുന്നേ? അല്ല പറ, ചുമ്മാ ഒന്നറിയാൻ. 10ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷം +1 ചേർന്നായിരുന്നു, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാൻ കേട്ടോ. അതെന്ത് പറ്റി? അത് പിന്നെ ചില പ്രത്യേക സാഹചര്യം കൊണ്ട് എനിക്ക് പരീക്ഷയൊന്നും എഴുതാൻ പറ്റിയില്ല. അതെന്താ പ്രത്യേക സാഹചര്യം? പഠിക്കാൻ മിടുക്കായിരുന്നില്ലേ എന്ന് ചോദിക്കാണ്ടോ. പഠിക്കാനൊക്കെ മിടുക്കായിരുന്നു, നല്ല മാർക്കും ഉണ്ടാവുമായിരുന്നു, ഇംഗ്ലീഷ് ഒഴികെ. ഇംഗ്ലീഷ് എന്താണെന്ന് അറിയില്ല, എൻ്റെ തലയിൽ കയറില്ലായിരുന്നു. എപ്പോഴും ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തോൽക്കുന്നതാണ് ഞാൻ പേടിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ. ഇംഗ്ലീഷിനോട് തനിക്ക് അപ്പോഴേ ഒരു വെറുപ്പുണ്ടെന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നാലും എന്തുകൊണ്ടാണ് താൻ എക്സാം എഴുതാതിരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ തൻ്റെ വീട്ടിലൊരു പശു ഉണ്ടായിരുന്നെന്നും അതിൻ്റെ വരുമാനത്തിലാണ് തങ്ങളെല്ലാവരും ജീവിച്ചുകൊണ്ടിരുന്നതെന്നും ആ പശു പ്രസവിക്കാനുള്ള ദിവസം വളരെയധികം ബുദ്ധിമുട്ടിയെന്നും അന്ന് എല്ലാവരും കുടുംബം മൊത്തം അതിന് കാവലിരിക്കേണ്ടി വന്നുവെന്നും അങ്ങനെ 2 ദിവസം മുഴുവൻ അതിൻ്റെ പിറകിലായിപ്പോയി. അങ്ങനെ എക്സാം മിസ്സായി. പിന്നെ തൻ്റെ പഠിത്തമല്ല, തൻ്റെ ഇളയതുങ്ങളുടെ പഠിത്തമാണ് വലുതെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പിന്നെ പറ്റിയില്ല പഠിക്കാൻ എന്നൊക്കെ പറയാം കേട്ടോ. പല കാരണം കൊണ്ട് പഠിത്തം ഉപേക്ഷിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരു പശു കാരണം പഠിത്തം ഉപേക്ഷിച്ചതെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക എന്നൊക്കെ സൂര്യ പറഞ്ഞപ്പം നന്ദിനി പറഞ്ഞു, സാറിന് ഇത് പുതുമയായിരിക്കും, പക്ഷേ വളരെ സാധാരണക്കാരായ ആൾക്കാരുടെ ജീവിതം ഇങ്ങനെയാണ് സാർ. ഞങ്ങൾക്ക് പഠിത്തത്തിനേക്കാളും വലുത് നിലനിൽപ്പല്ലേ, ഭക്ഷണമല്ലേ. ആ പശുവിനൊന്നും എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എൻ്റെ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയില്ലായിരുന്നു എന്നൊക്കെ പറയാം കേട്ടോ. എനിക്ക് മനസ്സിലായി നന്ദിനി, പക്ഷേ നമുക്കിതൊക്കെ ഒന്ന് ശരിയാക്കിക്കൂടെ? നമുക്ക് വീണ്ടും പഠിച്ചുകൂടെ? ഈ ഇംഗ്ലീഷും എല്ലാം റെഡിയാക്കിക്കൂടെ എന്ന് ചോദിക്കാം കേട്ടോ. എന്തിനാ, പത്മ മാഡത്തിനെ തോൽപ്പിക്കാനാണോ എന്ന് ചോദിക്കാം കേട്ടോ. അതിനു വേണ്ടിയൊന്നുമല്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, പക്ഷേ തനിക്ക് അതിനുള്ള മിടുക്കുണ്ട്, അതുകൊണ്ടാണെന്ന് പറയാം കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, എൻ്റെ ലോകം അടുക്കളയാണ്, അടുക്കളയിൽ കിടന്ന് തന്നെ ഞാൻ ചാവുകയും ചെയ്യുന്നൊക്കെ പറയാം കേട്ടോ. അതൊന്നും അല്ല, അതൊക്കെ നമുക്ക് ശരിയാക്കണം എന്ന് പറയാം കേട്ടോ. സാർ എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടല്ലേ എന്ന് നമ്മുടെ നന്ദിനി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് പത്മ മേഡം വീട്ടിൽ മക്കളുടെ കൂടെ ഒരു സഭ അങ്ങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്ദിനിയെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. കൂട്ടത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ വിജയുടെ ഭാര്യ ഇന്ദ്രജ തന്നെയാണ് കേട്ടോ. അവളാണെങ്കിൽ ഇവിടെ നിന്ന് പറയുന്നത് അവൾ മനഃപൂർവ്വം ചെയ്തതാ മമ്മീനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ വിജയ് അവളോട് എത്ര വട്ടം പറഞ്ഞത് ഒപ്പിടാൻ, അവൾക്ക് ഒപ്പിടാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അമ്മ എന്നെ ഇതിനൊക്കെ ഒരു അവസരം കൊടുക്കുന്നേ. അവളിവിടെ ഇപ്പേ നമ്മുടെ മുന്നിലൊക്കെ തല ഉയർത്തി പിടിച്ച് നടക്കുന്നതേ അതൊക്കെ അമ്മയ്ക്ക് പറ്റിയൊരു അബദ്ധം കൊണ്ട് മാത്രമല്ലേ. അമ്മ കമ്പനിയിലേക്ക് ഒരുത്തി ആനയിച്ച് കൊണ്ടുവന്നിരുന്നില്ലേ, അവൾ ചെയ്ത കുറ്റങ്ങൾ കാരണമല്ലേ അവളിപ്പോൾ അത് കണ്ടുപിടിച്ചതുകൊണ്ടല്ലേ അവൾ സൂര്യയും കൂടി ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടാനുള്ള ധൈര്യം അവർക്ക് കിട്ടിയെന്നൊക്കെ ചോദിക്കാനുണ്ട്. ഉടൻ തന്നെ നമ്മുടെ വിജയ് ഓർമ്മപ്പെടുത്തുക, എന്തായാലും ആ പട്ടേൽജി പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, അവളുടെ ഭക്ഷണത്തിൻ്റെ രുചി കൊണ്ടാണ് ഈ ഡീല് സൈൻ ചെയ്തതെന്ന്. അങ്ങനെ ആ ക്രെഡിറ്റും അവൾക്ക് പോയി എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ യതീന്ദ്രദാസ് അങ്ങോട്ട് വന്നു. ഒരു പ്രശ്നം കഴിഞ്ഞാൽ അത് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം, അല്ലാതെ അതിങ്ങനെ വലിച്ചു നീട്ടണോ? അല്ല നിങ്ങളൊക്കെ എന്തിനാ നന്ദിനിയെ ഇത്ര കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചപ്പം ഇന്ദ്രജ പറയാണ്ടോ, വിജയ് അവളോട് ഒപ്പ് വെക്കാൻ ഒരുപാട് പറഞ്ഞതാ ഡാഡി, എന്നിട്ട് അവൾക്ക് എന്താ ഒപ്പിടാൻ വയ്യാതിരുന്നത്? അവളെ ഈ ചുമതല ഏൽപ്പിച്ചത് അവളുടെ ഭർത്താവല്ലേ, അപ്പോൾ അവളുടെ ഭർത്താവ് പറഞ്ഞാലേ അവൾ ഒപ്പിടുമെന്ന് പറയുന്നത് അത്ര വലിയ കുറ്റമാണോ?
ഓ അല്ലെങ്കിൽ അച്ഛൻ എൻ്റെ ഭർത്താവിനെ കുറ്റം പറയാനാണല്ലോ മിടുക്കെന്നൊക്കെ ഇന്ദ്രജ പറഞ്ഞപ്പോൾ നിൻ്റെ ഭർത്താവിനെ നീ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്നിട്ട് ഇത് തിരിച്ചും താങ്ങുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സൂര്യയും നന്ദിനിയും കൂടി വന്നു. ഓ ഇടുത്തി പോലും ഇത്ര പെട്ടെന്ന് വന്ന് ഭവിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വിജയ് ഇങ്ങനെ നോക്കി നിൽക്കാണ്ടോ. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ട് വന്നതും നമ്മുടെ സൂര്യ ഓ എല്ലാവരും ഉണ്ടല്ലോ, ഓ നമ്മുടെ കമ്പനിക്ക് പുതുതായിട്ട് വന്ന ഭാഗ്യത്തിനെ കുറിച്ച് സംസാരിക്കുകയായിരിക്കും എന്നൊക്കെ ചോദിക്കാണ്ടോ. എന്നിട്ട് നമ്മുടെ യതീന്ദ്രദാസിനോട് ചോദിക്കുകയാണ് സൂര്യ, അച്ഛാ ഇത്രയും വലിയൊരു ഭാഗ്യം വരണമെങ്കിൽ അതിനൊരു നിമിത്തം ഉണ്ടായിരിക്കില്ലേ? തീർച്ചയായും യതീന്ദ്രദാസ് പറയാം കേട്ടോ. അച്ഛന് നിമിത്തങ്ങളിൽ വിശ്വാസമല്ലേ? പിന്നെ എനിക്ക് വിശ്വാസമുണ്ടെന്ന് അങ്ങേര് പറയാം കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ കമ്പനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്രയും വലിയൊരു ഡീല്, ഇത്രയും വലിയൊരു ഭാഗ്യം വരണമെങ്കിൽ അതിൻ്റെ നിമിത്തമായത് എന്താണെന്ന് ചോദിക്കാം കേട്ടോ. നന്ദിനിയെ ഈ ഒരു സ്ഥാനം ഏൽപ്പിച്ചതാണ് സൂര്യ അവിടെ പറയാൻ വരുന്നത് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവർ അത് തന്നെയായിരിക്കും പറയാൻ വരുന്നതെന്ന് ഓർത്തിട്ട് കേട്ടോ. എന്തായാലും നന്ദിനിയെ നമ്മുടെ സൂര്യ പഠിപ്പിച്ച് ഇംഗ്ലീഷിലും എല്ലാത്തിലും മിടുക്കിയാക്കി പത്മ മാഡത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പത്മ മാഡത്തിനൊക്കെ ബെറ്ററായിട്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.